Current Purchasing Power Method, CPP method. Current Purchasing Power Method. Under Current Purchasing Power Method, finance statement prepared under historical cost accounting are restated by using an approved price index. പ്രൈസ് ലെവൽ ചേഞ്ചസ് അക്കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കറണ്ട് പർച്ചേസിംഗ് പവർ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിലാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു അപ്രൂവ്ഡ് പ്രൈസ് ഇൻഡെക്സ് വെച്ച് റീസ്റ്റേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ അപ്രൂവ്ഡ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് നമ്മുടെ രാജ്യത്ത് റിസർവ് ബാങ്കിൻ്റെ ജനറൽ പ്രൈസ് ലെവൽ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റിനെ ഇവിടെ റീസ്റ്റേറ്റ് ചെയ്യുന്നത്. ജനറൽ പ്രൈസ് ലെവൽ ഇൻഡെക്സ് GPI അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റിനെ റീസ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റിനെ റീസ്റ്റേറ്റ് ചെയ്യുവാൻ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കൺവേർഷൻ ഫാക്ടർ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഈ കൺവേർഷൻ ഫാക്ടർ, അതായത് ഹിസ്റ്റോറിക്കൽ ഡാറ്റയെ ഈ കൺവേർഷൻ ഫാക്ടർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കറണ്ട് പർച്ചേസിംഗ് പവർ വാല്യൂവിൽ ഈ ഡാറ്റയെ മാറ്റുന്നത്. അപ്പോൾ അതിന് ഈ കൺവേർഷൻ ഫാക്ടർ എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലുള്ള ഡാറ്റയെ ഒരു കൺവേർഷൻ ഫാക്ടർ ഉപയോഗിച്ച് നമ്മൾ റീസെറ്റ് ചെയ്യുന്നു. ഈ കൺവേർഷൻ ഫാക്ടർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റിലെ ഇൻഡെക്സ് ഡിവൈഡ് ബൈ ആ ഐറ്റം ബിസിനസ്സിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ ഡേറ്റ് മുതലുള്ള ഇൻഡെക്സ് ആയിരിക്കും കൺവേർഷൻ ഫാക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റിലെ ഇൻഡെക്സ് ഡിവൈഡ് ബൈ ആ ഐറ്റം ബിസിനസ്സിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ള ഡേറ്റിലെ ഇൻഡെക്സ്, അതായിരിക്കും കൺവേർഷൻ ഫാക്ടർ. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും കറണ്ട് ആ ഫാക്ടർ ഇൻറ്റു ഐറ്റം അത് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഇത് നമ്മുടെ കൺവേർട്ടഡ് വാല്യൂ എന്ന് പറയുന്നത്. കൺവേർഷൻ ഫാക്ടർ അറ്റ് ദി ബിഗിനിങ് ഈസ് ഈക്വൽ ടു price index at the end divided by price index at the beginning. Conversion factor at an average is equal to price index at the end divided by average price index. Conversion factor at the end is equal to price index at the end divided by price index at the end. Conversion factor for average price index is equal to price index at the beginning plus price index at the end divided by 2. അപ്പോൾ കൺവേർഷൻ ഫാക്ടർ ഇൻറ്റു ഹിസ്റ്റോറിക്കൽ വാല്യൂ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, CPP വാല്യൂ കിട്ടും. CPP വാല്യൂ ഈസ് ഈക്വൽ ടു ഹിസ്റ്റോറിക്കൽ വാല്യൂ ഇൻറ്റു കൺവേർഷൻ ഫാക്ടർ. ഈ കൺവേർഷൻ ഫാക്ടർ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. കൺവേർഷൻ ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുന്നതിൻ്റെ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇയർ എൻഡിലായിരിക്കും. അപ്പോൾ ആ ഇയർ എൻഡിലെ കൺവേർഷൻ ഫാക്ടർ ഡിവൈഡ് ബൈ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐറ്റം, ആ ഐറ്റം ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഡേറ്റിലെ ഇൻഡെക്സ് ആയിരിക്കും ഇതിൻ്റെ കൺവേർഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അസറ്റ്, ലയബിലിറ്റീസ് തുടങ്ങിയെല്ലാം നമ്മുടെ ബിഗിനിങ് പീരീഡിലെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് നമ്മൾ എടുക്കുന്ന അസറ്റ്, ലയബിലിറ്റീസ് ഇതെല്ലാം കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ കൺവേർഷൻ ഫാക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ബിഗിനിങ് പീരീഡിലെ കൺവേർഷൻ ഇൻഡെക്സ് ആയിരിക്കും. അതുപോലെ തന്നെ സെയിൽസ്, പർച്ചേസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് തുടങ്ങിയ ഐറ്റമൊക്കെ എന്താണ്, അത് ഒരു ത്രൂ ഔട്ട് ഇയറിൽ സംഭവിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒരു ഡെഫിനിറ്റ് ബിഗിനിങ്ങോ ഡെഫിനിറ്റ് എൻഡിലോ അല്ല ഈ സെയിൽസും അല്ലെങ്കിൽ പർച്ചേസോ അതല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസോ ഇൻകർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ത്രൂ ഔട്ട് ഇയറിൽ സംഭവിച്ച ഐറ്റം ആയതുകൊണ്ട് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കൺവേർഷൻ ഫാക്ടർ എന്ന ആവറേജ് കൺവേർഷൻ ഫാക്ടർ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ പിന്നെ അതുപോലെ ഇയർ എൻഡിൽ കൺവേർഷൻ ഫാക്ടറായിട്ട് ഉപയോഗിക്കുന്നത് സാധാരണ ടാക്സ്, ഡിവിഡൻഡ് ഇതൊക്കെ ഇയർ എൻഡിൽ നടക്കുന്ന ടാക്സ് പേയ്മെൻറ്റും ഡിവിഡൻഡ് പേയ്മെൻറ്റും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും എല്ലാം ഇയർ എൻഡ് നടക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് അതിൻ്റെ കൺവേർഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എൻഡ് പീരീഡിലെ കൺവേർഷൻ ഇൻഡെക്സ് ആയിരിക്കും.
രണ്ടാമതായി നമ്മളിവിടെ അടുത്തതായിട്ട് പഠിക്കേണ്ടത് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ഐറ്റംസ്. എന്താണ് മോണിറ്ററി ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോണിറ്ററി ഐറ്റംസ് CPP മെത്തേഡ് അനുസരിച്ച് CPP മെത്തേഡ് ക്ലാസിഫൈസ് all asset and liabilities into two groups: monetary items and non-monetary items. Monetary items are asset and liabilities, the amount of which are receivable or payable only at current monetary value. അതായത് നമ്മൾ ഈ മോണിറ്ററി ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ കറൻറ്റ് മോണിറ്ററി വാല്യൂവിൽ എന്ത് ചെയ്യുന്ന റിസീവ് ചെയ്യുകയോ പേബിൾ ചെയ്യുകയോ ചെയ്യുന്ന അസറ്റോ ലയബിലിറ്റീസിനെയാണ് മോണിറ്ററി ഐറ്റംസ് എന്ന് പറയുന്നത്. അതായത് ലിക്വിഡ് നാച്ചുറൽ ഐറ്റംസ് സാധാരണയായിട്ട് എന്താണ് ക്യാഷ് ഇൻ ഹാൻഡ്, ബാങ്ക്, അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ്, ക്രെഡിറ്റേഴ്സ്, ഇങ്ങനെ ലിക്വിഡ് നാച്ചുറലുള്ള ഐറ്റംസ്. അത് സാധാരണ അതിൻ്റെ പേയ്മെൻറ്റും അതിൻ്റെ റിസീവബിൾസൊക്കെ എങ്ങനെയായിരിക്കും? കറണ്ട് മോണിറ്ററി വാല്യൂ തന്നെ ആയിരിക്കും. അതിനെയാണ് മോണിറ്ററി ഐറ്റംസ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റ അതായത് മോണിറ്ററി ഐറ്റംസ്, നോൺ മോണിറ്ററി ഐറ്റംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. മോണിറ്ററി ഐറ്റംസ്, മോണിറ്ററി അസറ്റുകൾ താഴെ പറയുന്ന ഐറ്റംസ് ഒക്കെ വരും. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ്, ബാങ്ക്, ബിൽ റിസീവബിൾ, ഡെപ്റ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്കൗണ്ട് റിസീവബിൾസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബോണ്ട് ഓർ ഡിബഞ്ചേഴ്സ്, ആക്രൂഡ് ഇൻകം എക്സെട്ര. മോണിറ്ററി ലയബിലിറ്റീസിൽ ക്രെഡിറ്റേഴ്സ്, അക്കൗണ്ട് പേയബിൾ, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, നോട്ട്സ് പേയബിൾ, ഡിവിഡൻഡ് പേയബിൾ, ടാക്സ് പേയബിൾ, ബോണ്ട്, ഡിബഞ്ചേഴ്സ്, ലോൺ, അഡ്വാൻസ്, ഇൻകം, പ്രിഫറൻസ് ഷെയർസ്, ക്യാപിറ്റൽ എക്സെട്ര. ദെൻ നോൺ മോണിറ്ററി ഐറ്റംസ്. എന്താണ് നോൺ മോണിറ്ററി ഐറ്റംസ്? നേരത്തെ പറഞ്ഞു എളുപ്പം കൺവേർട്ട് ചെയ്യാവുന്ന ലിക്വിഡ് നാച്ചുറലുള്ള അസറ്റുകൾ ഐറ്റംസിനെ നമുക്ക് എന്ത് വിളിക്കാമെന്ന് പറഞ്ഞു? മോണിറ്ററി ഐറ്റംസ് എന്ന് പറയാം. ഈ മോണിറ്ററി ഐറ്റംസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവ കറൻറ്റ് മോണിറ്ററി വാല്യൂ തന്നെ ആയിരിക്കും അവ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്നാൽ നോൺ മോണിറ്ററി ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇത് ഒരു ഫിക്സ്ഡ് മോണിറ്ററി വാല്യൂവിലല്ല ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫിക്സ്ഡ് മോണിറ്ററി വാല്യൂ ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ കറൻറ്റ് മോണിറ്ററി വാല്യൂവിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം അല്ല. സാധാരണയായിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് കാണുന്ന ലോങ് ടൈം ഐറ്റംസിനെയാണ് അവ ഹിസ്റ്റോറിക്കൽ വാല്യൂവിലായിരിക്കും സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നോൺ മോണിറ്ററി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നോൺ മോണിറ്ററി ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അതിനെ CPP വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നോൺ മോണിറ്ററി ഐറ്റംസിൽ എന്തൊക്കെ വരും? ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, വെഹിക്കിൾസ്, ഫർണിച്ചർ, ഇൻവെൻട്രി, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇറഡിമോട്ട് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അക്യൂമുലേറ്റഡ് ഡിപ്രീഷിയേഷൻ എക്സെട്ര തുടങ്ങിയവയൊക്കെയാണ് ഈ നോൺ മോണിറ്ററി ഐറ്റംസിൽ വരിക എന്ന് പറയുന്നത്. അപ്പോൾ CPP മെത്തേഡ് ഓൾ സച്ച് ഐറ്റംസ് ആർ ടു ബി റീസ്റ്റേറ്റഡ് ടു റെപ്രസെൻറ്റ് കറണ്ട് ജനറൽ പർച്ചേസിംഗ് പവർ. CPP മെത്തേഡ് അനുസരിച്ച് ഈ എല്ലാ നോൺ മോണിറ്ററി ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കൺവേർഷൻ ഫാക്ടർ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ചെയ്തിരിക്കണം. കാരണം അതിനെ എന്ത് റെപ്രസെൻറ്റ് ചെയ്യുക? അതിന് കറണ്ട് പർച്ചേസിംഗ് പവറിലേക്ക് കൺവേർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട്. ദെൻ ഗെയിൻ ഓർ ലോസ് ഓൺ മോണിറ്ററി ഐറ്റംസ്. ഞാൻ നേരത്തെ പറഞ്ഞു മോണിറ്ററി ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? ഇതിൻ്റെ പേയ്മെൻറ്റ് കറണ്ട് മോണിറ്ററി വാല്യൂവിൽ റിസീവ് ചെയ്യുക, പേബിൾ ചെയ്യുക ചെയ്യുന്ന ലയബിലിറ്റീസിന് അല്ലെങ്കിൽ അസറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണിറ്ററി ഐറ്റംസ് എന്ന് പറയുന്നത്. ഈ മോണിറ്ററി ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യണം? മോണിറ്ററി ഐറ്റംസിന് ചിലപ്പോൾ എന്തുണ്ടാകാം? ലോസ് ഉണ്ടാകാം. ചിലപ്പോൾ ഗെയിൻ. മോണിറ്ററി ഐറ്റത്തിൽ നിന്ന് ചിലപ്പോൾ ലോസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബിസിനസ്സിന് ഗെയിൻ ഉണ്ടാകും അവയുടെ ഹോൾഡിങ്സ് കൊണ്ട്. മോണിറ്ററി ഐറ്റംസ് ആർ റിസീവബിൾ ഓർ പേയബിൾ ഇൻ ഫിക്സ്ഡ് എമൗണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ചേഞ്ചസ് ഇൻ പർച്ചേസിംഗ് പവർ ഓഫ് മണി. The change in purchasing power of money has an effect on monetary asset and monetary liabilities. മോണിറ്ററി ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റും അതിൻ്റെ റെസിപ്റ്റും പർച്ചേസിങ് പവർ നോക്കിയിട്ടല്ല, അത് ഒരു ഫിക്സ്ഡ് എമൗണ്ടിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന ഒന്നാണ്. പക്ഷേ ഈ പർച്ചേസിങ് പവറിന് എന്തുണ്ട്? ഇതിൻ്റെ മുകളിൽ ഒരു എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മൾ ഈ മോണിറ്ററി ഐറ്റംസ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബിസിനസ്സിന് ചിലപ്പോൾ ലോസ് ഉണ്ടാകാം, ഗെയിൻ ഉണ്ടാകാം. അപ്പോൾ ആക്ച്വൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മോണിറ്ററി ഐറ്റത്തിൻ്റെ ഹോൾഡിംഗ് കൊണ്ട് ബിസിനസ്സിന് എന്തെങ്കിലും ലോസോ ഗെയിനോ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ ഈ CPP മെത്തേഡ് അനുസരിച്ച് റീസ്റ്റേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. Such gain or loss must be taken into account when income statement is prepared under CPP method to arrive at the overall profit or loss. Next, valuation of cost of sale and inventories. നമുക്കറിയാം
ഈ ഇൻവെൻട്രീസ് നമ്മൾ വാല്യൂ ചെയ്യുന്നത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഓരോ മെത്തേഡിനനുസരിച്ച് ഇൻവെൻട്രിയുടെ വാല്യൂയിൽ മാറ്റം ഉണ്ടാകും. അപ്പം ഇൻവെൻട്രി സ്റ്റോക്ക് രജിസ്റ്റർ കീപ്പ് ചെയ്യുന്ന പ്രോബ്ലമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്നതാണ്. ഇൻവെൻട്രി അല്ലെങ്കിൽ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുന്നത് പ്രധാനമായിട്ട് 2 രീതിയിലാണ്, ഫിഫോ മെത്തേഡും ലിഫോ മെത്തേഡും. ഫിഫോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലിഫോ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. മെത്തേഡുകൾക്കനുസരിച്ച് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂവിൽ മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ അണ്ടർ ഫിഫോ മെത്തേഡ് കോസ്റ്റ് ഓഫ് സെയിൽ ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് കറണ്ട് പർച്ചേസസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കംപ്രൈസസ് ഫുൾ ഫ്രം കറണ്ട് പർച്ചേസസ്. ഫിഫോ മെത്തേഡ് അനുസരിച്ച് കോസ്റ്റ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കും കറണ്ട് പർച്ചേസും അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കും അനുസരിച്ചാണ് എന്ത് കോസ്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കിൽ പൂർണ്ണമായിട്ടും ഫിഫോ മെത്തേഡ് ആയതുകൊണ്ട് ആ ക്ലോസിംഗ് സ്റ്റോക്കിൽ പൂർണ്ണമായിട്ടും നമ്മുടെ കറണ്ട് പർച്ചേസിൽ നിന്നുള്ള ഐറ്റംസ് ആയിരിക്കും. ദെൻ ലിഫോ മെത്തേഡ്. ലിഫോ മെത്തേഡ് അനുസരിച്ച് നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിലിൽ പൂർണ്ണമായിട്ടും കോസ്റ്റ് ഓഫ് സെയിലുള്ളത് എന്തായിരിക്കും, കറണ്ട് പർച്ചേസ് ഉള്ളത്. കോസ്റ്റ് ഓഫ് സെയിൽ കംപ്രൈസസ് കറണ്ട് പർച്ചേസസ് ഓൺലി. ക്ലോസിംഗ് സ്റ്റോക്ക് കംപ്രൈസസ് പർച്ചേസസ് മെയ്ഡ് ഇൻ പ്രീവിയസ് ഇയർ. അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ്. CPP മെത്തേഡ് അനുസരിച്ച് പ്രോഫിറ്റ് എങ്ങനെയാണ് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ്. 2 മെത്തേഡാണുള്ളത്. ഒന്ന് റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം മെത്തേഡ് ആൻഡ് നെറ്റ് ചേഞ്ച് മെത്തേഡ്. ഇങ്ങനെ 2 മെത്തേഡാണുള്ളത്. റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം മെത്തേഡ്, ദെൻ നെറ്റ് ചേഞ്ച് മെത്തേഡ്. Restatement of income method. Under this method, historical income statement is restated in CPP terms. Sales and operating expenses are converted at the average rate application for the year. Cost of sale is converted as per cost flow assumption. In other words, FIFO and LIFO. Depreciation is converted on the basis of index prevailing on the date when assets were purchased. Tax and dividend paid are converted on the index that were prevalent on the date when they are paid. Gain or loss on monetary items should be shown as a separate item to arrive at the overall profit or loss. Net change method. This method is based on the normal accounting principle that profit is change in equity during an accounting period. To determine profit, opening balance sheet prepared on historical cost accounting method is converted in CPP forms at the end of the year. Monetary and non-monetary items are restated by using proper conversion factor. Equity share capital is also converted. The difference in the balance sheet is taken as reserve. Closing balance sheet prepared under historical costing is also converted. Only non-monetary items are restated. The difference in balance sheet is taken as reserve after converting equity capital. Profit is equivalent to net change in reserve. Restated balance sheet. Under the price level change, the historical balance sheet should be revised to reflect the true picture of financial position of any organization. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം മനസ്സിലാക്കാൻ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ പ്രോബ്ലം നോട്ടിൽ എഴുതിയെടുത്ത് ഒരുമിച്ച് വീഡിയോടൊപ്പം തന്നെ വീഡിയോ കേട്ട് ഒരുമിച്ച് പ്രോബ്ലം ചെയ്ത് നോക്കുക. അപ്പോൾ പ്രോബ്ലം മനസ്സിലാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 1st April 2009. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ ഐറ്റംസ് തന്നിട്ടുണ്ട്. ലയബിലിറ്റിയിൽ ഷെയർ ക്യാപിറ്റൽ 2 lakh, 13% ഡിബഞ്ചർ 50,000, കറണ്ട് ലയബിലിറ്റീസ് 25,000, അസറ്റിലെ മെഷീനറി 1,50,000, ഫർണിച്ചർ 20,000, സ്റ്റോക്ക് ഓഫ് ഇൻവെൻറ്ററി 30,000, ഡെപ്റ്റേഴ്സ് 25,000, ക്യാഷ് ഇൻ ഹാൻഡ് 50,000. മൊത്തം ബാലൻസ് ഷീറ്റ് ടോട്ടൽ എന്ന് പറയുന്നത് 2,75,000.
അതുപോലെ തന്നെ പിന്നെ തന്നിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് തന്നിട്ടുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2009. സെയിൽസ് 5 lakh ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് കംപ്രൈസസ് ഓപ്പണിംഗ് സ്റ്റോക്ക് 30,000, പർച്ചേസസ് 3,55,000 ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് 35,000, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 3,50,000 ലെസ് operating expense 75,500, interest on debenture 6,500, depreciation machinery 22,500, depreciation furniture 2,000, net profit 43,500. Interest on debenture was paid on 31st December 2009. Balance of debtors and current liabilities remain constant throughout the year. Then GPI index തന്നിട്ടുണ്ട്. on 1st April 2008 300, ബിഗിനിങ്ങിൽ 300, ആവറേജ് 320, എൻഡിൽ 360. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വർക്കിംഗ് നോട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്യാഷിൽ എത്രത്തോളം ഇൻക്രീസസ് സംഭവിച്ചു. അപ്പോൾ ക്യാഷിൽ ഇൻക്രീസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് സെയിൽസ് നടക്കുന്നതുകൊണ്ട് ക്യാഷ് റെസിപ്റ്റാണ്. അപ്പോൾ സെയിൽസ് പ്രൊസീഡ് 5 lakh ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എമൗണ്ട് പേ ടു ക്രെഡിറ്റേഴ്സ്, അതായത് പർച്ചേസ് നടത്തുമ്പോൾ നടത്തുന്ന പേയ്മെൻറ്റ് 3,55,000 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പെയ്ഡ് 75,000, മൊത്തം 3,55,000 75,000 കൂടി ആഡ് ചെയ്ത് 4,30,500 5 lakhൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ കിട്ടുന്ന 69,500 എന്തായിരിക്കും? അതായിരിക്കും നമ്മുടെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 69,500 ആയിരിക്കും ഇൻക്രീസ് ഇൻ ക്യാഷ് എന്ന് പറയുന്നത്. അതായത് സെയിൽസ് റെസിപ്റ്റ് 5 lakh, അതിൽ നിന്നും പർച്ചേസിൻ്റെ 3,55,000 മൈനസ് ചെയ്യുക, എമൗണ്ട് പേ ടു ക്രെഡിറ്റേഴ്സ് മൈനസ് ചെയ്യുക, then ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പെയ്ഡ് മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന അത് എത്രയായിരിക്കും? 69,500 ആണ് ക്യാഷിൽ വന്നിട്ടുള്ള വർധനവ്. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണെന്ന് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് 50,000 ആഡ് ഇൻക്രീസ് ഇൻ ക്യാഷ് 60 നമുക്ക് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് 69,500. ദെൻ ലെസ്, അതിൽ നിന്ന് ലെസ് ചെയ്യണം എന്ത്? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് പെയ്ഡ് 69,500. ക്യാഷ് ഇൻ ഹാൻഡ് 1,13,000. കമ്പ്യൂട്ടേഷൻ ഓഫ് മോണിറ്ററി ഗെയിൻസ്, ഇവിടെ നോക്കുന്ന മോണിറ്ററി ഗെയിൻ ഓർ ലോസ്, ഇവിടെ നോക്കുന്നത് സെയിം തന്നെ. നമ്മൾ മോണിറ്ററി അസറ്റുകളായിട്ട് വരുന്നത് ക്യാഷ്, ഡെപ്റ്റർ, അതിൽ മോണിറ്ററി ലയബിലിറ്റീസ് വരും ഡിബഞ്ചറും കറണ്ട് ലയബിലിറ്റീസും. ദെൻ എക്സ്ട്രാ വരുന്നത് ക്യാഷ്, ഡെപ്റ്റർ, മോണിറ്ററി അസറ്റ്, പിന്നെ ഇൻക്രീസ് ഇൻ ക്യാഷ്. അപ്പോൾ ക്യാഷ് 5 lakh എന്ന് പറയുന്നത് ക്യാഷ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ബാലൻസ് ആണ്. അതുകൊണ്ട് അത് ഇതിൻ്റെ കൺവേർഷൻ ഫാക്ടർ 300 ആണ്. 300 360 ഡിവൈഡ് ബൈ 300. ദെൻ ഡെപ്റ്റേഴ്സും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലെ ഐറ്റം ആയതുകൊണ്ട് 300 ആണ് കൺവേർഷൻ ഫാക്ടർ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ 360 ഡിവൈഡ് ബൈ 300. പിന്നെ ഇൻക്രീസ് ഇൻ ക്യാഷിൻ്റെ ഇൻക്രീസ് ഉണ്ടായത് ത്രൂ ഔട്ട് ഇയർ ആയതുകൊണ്ട് അത് 360 ഡിവൈഡ് ബൈ 320 ആവറേജാണ് എടുക്കുന്നത്. ത്രൂ ഔട്ട് ഇയർ ആകുമ്പോൾ അവിടെ ആവറേജാണ് എടുക്കേണ്ടത്. അപ്പം ഇൻക്രീസ് ഇൻ ക്യാഷ്, അപ്പം ഇത് നമുക്ക് അവിടെ ഉണ്ടായത് ഈ നെറ്റ് മോണിറ്ററി അസറ്റ് ഹോൾഡ് ചെയ്തതുകൊണ്ട് നമുക്ക് പർച്ചേസിങ് പവർ ലോസ് ആണ് സംഭവിച്ചത്. 1,68,188 മൈനസ് 1,44,500 23,688 റുപ്പീസിൻ്റെ ലോസാണ് സംഭവിച്ചത്. മോണിറ്ററി ലയബിലിറ്റീസ് ഹെൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഗെയിനാണ് സംഭവിക്കുന്നത്. ഡിബഞ്ചറിൽ 50,000, ഡിബഞ്ചർ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലായതുകൊണ്ട്
300 എടുക്കുക. അപ്പോൾ 360 ഡിവൈഡ് ബൈ 300. കറണ്ട് ലയബിലിറ്റീസ് 25,000 ആണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആയതുകൊണ്ട് 360 ഡിവൈഡ് ബൈ 300. ദെൻ മോണിറ്ററി ലയബിലിറ്റീസ് ആസ് ഓൺ 31st മാർച്ച്. മൊത്തം മോണിറ്ററി ലയബിലിറ്റീസ് പറഞ്ഞ് 90,000 ആണ് വരുന്നത്, 75,000. അപ്പോൾ അവിടെ നമുക്ക് മോണിറ്ററി ലയബിലിറ്റീസ് ഹോൾഡ് ചെയ്തതുകൊണ്ട് നമുക്ക് പർച്ചേസിങ് പവർ ഗെയിനാണ് ഉണ്ടായത് 15,000. അപ്പോൾ മൊത്തം പർച്ചേസിങ് പവർ ലോസും 23,688 നിന്നും 15,000 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോണിറ്ററി അസറ്റ് ഹെൽഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മൊത്തം ബിസിനസ്സിന് ഓവറോൾ ലോസാണ് സംഭവിച്ചത്. അത് 8,688 റുപ്പീസാണ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഫിഫോ മെത്തേഡ് അനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെയാണ് അതേ ഓർഡർ തന്നെ, ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള അതേ ഓർഡർ തന്നെ പ്രിപ്പയർ ചെയ്താൽ മതി, ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ സെയിൽസ് നടക്കുന്നത് ത്രൂ ഔട്ട് ഇയറിലായതുകൊണ്ട് 360 ഡിവൈഡ് ബൈ 320 ആവറേജാണ് എടുക്കുന്നത് ത്രൂ ഔട്ട് ഇയർ ആയതുകൊണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഇയർ ആയതുകൊണ്ടും എടുക്കുന്ന സംഭവം ആയതുകൊണ്ട് 320 തന്നെ എടുക്കുക. 360 ഡിവൈഡ് ബൈ 320. പർച്ചേസ് 360 ഡിവൈഡ് ബൈ 320 ത്രൂ ഔട്ട് ഇയർ ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് 360 ഡിവൈഡ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഫോർ മെത്തേഡ് അനുസരിച്ച് ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന് കംപ്ലൈസസ് ബിഫോർ മെത്തേഡ് അനുസരിച്ച് ക്ലോസിംഗ് സ്റ്റോക്കിൽ എന്തായാലും കറണ്ട് പർച്ചേസ് ആയിരിക്കാം, ത്രൂ ഔട്ട് ഇയറിലായിരിക്കും. അപ്പോൾ 320. ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 320 ആണ്, കാരണം ആവറേജ് ആണ്. അപ്പോൾ 360 ഡിവൈഡ് ബൈ 320 ആണ് കൺവേർഷൻ ഫാക്ടറായിട്ട് യൂസ് ചെയ്യേണ്ടത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ, അത് ഇയർ എൻഡിലാണ് ഡിബെഞ്ചർ കൊടുക്കുക, നമുക്കറിയാം. ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഇയർ എൻഡിലായിരിക്കും. അപ്പോൾ 360 ഡിവൈഡ് ബൈ 360. ഡിപ്രിഷിയേഷൻ ഓൺ മെഷീനറി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ഡേറ്റിലാണ് ഉള്ള മെഷീനറി, അപ്പോൾ അതേ ഇതിലെടുക്കുക. 360 ഡിവൈഡ് ബൈ 300. ഡിപ്രിഷിയേഷൻ ഫർണിച്ചർ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലാണ് മെഷീനറി, അപ്പോൾ 300 ഡിവൈഡ് ബൈ 360. നെറ്റ് പ്രോഫിറ്റ് കാണുക. നെറ്റ് പ്രോഫിറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ കണ്ടെത്തിയിട്ടുള്ള നോൺ മോണിറ്ററി ലോസ് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള മോണിറ്ററി അസറ്റ്, ലോസ് ഓൺ മോണിറ്ററി അസറ്റ് ഇവിടെ മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഇതിന് റീറ്റേൺ ഏർണിങ്സ് വരും 36,975. ദെൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ കൺവേർട്ട് ചെയ്യാത്ത ഐറ്റംസിനെ കൺവേർട്ട് ചെയ്യുക. മെഷീനറിയെ കൺവേർട്ട് ചെയ്യണം. മെഷീനറി ഓപ്പണിംഗ് ആയതുകൊണ്ട് 360 ഡിവൈഡ് ബൈ 300. ഡിപ്രിഷിയേഷൻ മൈനസ് ചെയ്യുക. ഫർണിച്ചർ 360 ഡിവൈഡ് ബൈ 300, അതിൽ നിന്നും ഡിപ്രിഷിയേഷൻ മൈനസ് ചെയ്യുക. ഇൻവെൻട്രി ത്രൂ ഔട്ട് ഹോൾഡിംഗ് ആണ്, അത് ക്ലോസിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ത്രൂ ഔട്ട് ഇയർ ആയതുകൊണ്ട് 360 ഡിവൈഡ് ബൈ 320. ഡെപ്റ്റേഴ്സ് 25,000. ക്യാഷിൻ്റെ ബാലൻസ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ദെൻ ഷെയർ ക്യാപിറ്റൽ, അതിനെ കൺവേർട്ട് ചെയ്യണം. ത്രൂ ഔട്ട് ഇയർ ആയതുകൊണ്ട് 360 ഡിവൈഡ് ബൈ 300. റിറ്റേൺ ഏർണിങ്സ് കണ്ടെത്തിയതാണ് അത്. ദെൻ 13% ഡിബെഞ്ചർ, കറണ്ട് ലയബിലിറ്റീസ് ഡിബെഞ്ചറും കറണ്ട് ലയബിലിറ്റീസൊക്കെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് മോണിറ്ററി ഐറ്റമാണ്. ഓക്കെ, താങ്ക് യു.